പ്രിയങ്ക ഗാന്ധിയുടെ വരവ് കോൺഗ്രസിന് ദേശീയ തലത്തിൽ ഇതുവരെയില്ലാത്ത കുതിപ്പാണ് സമ്മാനിച്ചത്. 4 ആഴ്ചക്കുള്ളിൽ 10 ലക്ഷം പ്രവർത്തകർ രാജ്യത്തൊട്ടാകെ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. ഇതിൽ 2 ലക്ഷം പേർ യുപിയിൽ നിന്ന് മാത്രമാണ്. പ്രിയങ്കയുടെ ശക്തമായ സാന്നിധ്യമുണ്ടായിട്ടും അവർ മത്സരിക്കാതിരിക്കുന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമെന്നാണ് അഭിപ്രായം. ഇതോടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അണികളുടെ ആവശ്യം മാനിക്കാൻ പ്രിയങ്കയും കോൺഗ്രസും തയ്യാറാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന്റെ ഭാഗമായി ഫൂൽപൂരിൽ നിന്നും പ്രിയങ്ക മത്സരിക്കുന്നതെന്ന് വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. കോൺഗ്രസിന്റെ അലഹബാദ് കമ്മിറ്റി പ്രിയങ്ക ഫൂൽപൂരിൽ നിന്നും മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. ഇതോടെ ഫൂൽപൂരിൽ അവർ മത്സരിക്കുമെന്നാണ് വ്യക്തമാകുന്നത്. പക്ഷേ പാതി സമ്മതത്തിലാണ് പ്രിയങ്ക ഗാന്ധി. ജയിക്കുമെന്ന ഉറപ്പ് കിട്ടാതെ മത്സരിക്കില്ലെന്ന ഉറച്ച തീരുമാനവും പ്രിയങ്ക എടുത്തിട്ടുണ്ട്. അതേസമയം പ്രിയങ്കയുടെ വിജയസാധ്യത അറിയാൻ ഓരോ മണ്ഡലങ്ങളിലും സർവേ നടത്തുന്നുണ്ട്. യുപിയിൽ കോൺഗ്രസിന്റെ മുഖമായി അവരെ ഉയർത്തിക്കാണിക്കാനാണ് ശ്രമം. എന്നാൽ പ്രിയങ്ക മത്സരിക്കുന്നതിനോട് ഇതുവരെ അനുകൂല തീരുമാനമെടുത്തിട്ടില്ല. പ്രിയങ്ക ഇത്തവണ മത്സരിക്കേണ്ടെന്നാണ് സോണിയാഗാന്ധിയുടെ അഭിപ്രായം. അവസാന നിമിഷം ഒരു മാറ്റമുണ്ടാകാനും സാധ്യതയുണ്ട്. ഫൂൽപൂരിലെ ഗ്രൌണ്ട് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. റോബിൻ ശർമ്മയ്ക്കാണ് ഇതിന്റെ ചുമതല. വരാഗ് പാണ്ഡെ, ധീരജ് ശ്രീവാസ്തവ എന്നിവർ ചേർന്ന് പോസിറ്റീവ് കോൺഗ്രസ് നിലപാട് മണ്ഡലത്തിൽ ഉണ്ടാക്കാനാണ് ശ്രമം. പൂർണ്ണമായും തൊഴിൽ വിഷയമാണ് ഫൂൽപൂരിൽ SP ഉന്നയിച്ചത്. പ്രധാനമായും തൊഴിൽ വിഷയമാണ് ഫൂൽപൂരിൽ നിന്ന് ഉന്നയിച്ചത്. ഇത് യുവാക്കളിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത്. BJPയുടെ ജനപ്രീതി ഇടിഞ്ഞിട്ടുണ്ടെന്നാണ് ഗ്രൌണ്ട് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് ബിഗ് 14. പിങ്കി അറബിക് സ്കാർഫ്, സ്ക്വയർ സ്കാർഫ്, റെഡി സ്കാർഫ്, ഹിജാബ്സ്, ബ്രൈഡൽ സ്കാർഫ് എന്നീ വിവിധ തരം സ്കാർഫുകൾ ഫ്രഞ്ച്, തുർക്കിഷ്, ഇറാൻ, കുവൈറ്റ് തുടങ്ങിയ ഡിസൈനുകളിൽ. പിങ്കി അറബിക് സ്കാർഫ്, ഫസ്റ്റ് ഫ്ലോർ, മറിയം ട്രേഡ് സെന്റർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്. അതർ ബ്രാഞ്ച്, ഡയമണ്ട് ടവർ, ഉപ്പള.